വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മലയാള താര സംഘടനയായ അമ്മ ഭരണസമിതി വരെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. ഈ വേളയിൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ തമിഴ് നടി രാധിക ശരത് കുമാർ. കാരവാനിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നടി ഉയർത്തുന്നത്. രഹസ്യ ക്യാമറയിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും രാധിക പറയുന്നു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എല്ലാ ഭാഷകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. സെറ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ ചുറ്റും കൂടിയിരുന്ന് എന്തോ കണ്ടു ചിരിക്കുന്നു. ഞാനും അത് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരാളെ വിളിച്ച് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എല്ലാ കാരവാനിലും ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്ന രംഗങ്ങൾ അവർ എടുത്തിരിക്കുന്നത് അപ്പോഴാണ് അറിയുന്നത്. ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട്. ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇത് നടന്നതെന്ന് ഞാൻ പറയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റം തന്നെ പ്രശ്നമാണ്. ആ സംഭവത്തോടെ കാരവാനിൽ പോകുക എന്നത് വലിയ ഭയമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് കാരവാൻ ഒരു സ്വകാര്യ ഇടം ആണല്ലോ. അപ്പോൾ തന്നെ ഞാൻ അവിടെ ശബ്ദമുയർത്തി. കാരവാനിനുള്ളിൽ ഒരു ക്യാമറയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെരുപ്പ് കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനുശേഷം കാരവാനിലേക്ക് പോകാതെ റൂമിലേക്കാണ് പോയതെന്നും രാധിക വ്യക്തമാക്കുന്നു. നടിമാരുടെ കഥയിൽ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും നടി രാധിക പറഞ്ഞു. ഉർവശിയുടെ അഭിമുഖം ഞാൻ കണ്ടിരുന്നു. കേരള ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒന്നുമില്ലെന്ന് അവർ പറയുന്നു. ഓക്കെ, അവർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ ലൈവ്ലിഹുഡ് അവിടെയാണ്. നാളെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന് അവർ ആലോചിച്ചിരിക്കാം. അവർ മികച്ച നടിയാണ്, എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് അവരുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുമാണ് രാധിക പറയുന്നത്. അതേസമയം പവി കെയർടേക്കർ, ഇട്ടിമാണി, രാമലീല, ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടിയെ സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത്. കാരവാനുകൾ വന്നതിന് ശേഷമുള്ള ചിത്രങ്ങളാണിവ. പേരെടുത്ത് പറയാത്തതിനാൽ തന്നെ ദിലീപ് ചിത്രങ്ങളും മോഹൻലാൽ ചിത്രവും എല്ലാം പ്രേക്ഷകരുടെ സംശയത്തിന്റെ നിഴലിലാണ്. നടൻ ശരത് കുമാറിന്റെ ഭാര്യയായ രാധിക രാഷ്ട്രീയത്തിലും സജീവമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വിരുദുനഗർ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശരത് കുമാറിന്റെ പാർട്ടി അഖില ഇന്ത്യ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാധിക ശരത് കുമാറിനെ BJP മത്സര രംഗത്തിറക്കിയത്. അന്തരിച്ച DMDK നേതാവും നടനുമായ വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകർ, കോൺഗ്രസ് നേതാവ് B മാണിക്യം ടാഗോർ എന്നിവരായിരുന്നു തിരഞ്ഞെടുപ്പിൽ എതിരാളികൾ. ഫലം പുറത്തുവന്നപ്പോൾ മാണിക്യം ടാഗോർ വിജയിക്കുകയും രാധിക 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു.